ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ടോ ഇന്ന്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ക്രോസെറ്റ് ബ്ലൗസ് ആണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ബ്ലൗസ് മെഷർമെന്റ് എടുക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതും സ്റ്റിച്ച് ചെയ്യേണ്ടതും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വീഡിയോ ഒന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ക്രോസെറ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്കിത് സിമ്പിൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാലോ. നമുക്ക് ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെന്റ് നോർമലി നമ്മൾ എങ്ങനെയാണോ മെഷർമെന്റ് എടുക്കാറുള്ളത് യോക്ക് ഭാഗത്തിൻ്റെത്, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെന്റ് ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഷോൾഡറിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് നോക്കാം. ഷോൾഡറിന്റെ ലെങ്ത് ഞാൻ ഇവിടെ ഒരു 6 മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആം ഹോൾ ഞാനൊരു 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എത്രയാണോ മെഷർമെന്റ് ആ ഒരു മെഷർമെന്റ് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എന്താ ഒരു 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് ഞാനൊരു 8 മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ലെങ്ത് എത്ര വേണ്ടേ നോക്കാം. ഞാനിപ്പോൾ ഒരു 14.5 ലെങ്ത് എടുക്കുന്നുണ്ട്. ഞാനൊരു 7.5 വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തത്. അത് നമുക്കൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം വരച്ചു കൊടുക്കാം. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആം ഹോളിൽ വേറെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ ഒരു 3.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രയാണോ നമുക്ക് ഇറക്കാൻ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 7 മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്. നമുക്ക് ഇതൊന്നൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കില്ലേ തയ്യൽ തുമ്പില്ലേ, ഇവിടേക്ക് തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പ്. തയ്യൽ തുമ്പ് അവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്ക് നെക്കിന് നമുക്ക് നെക്കും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് നെക്കിൽ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് എടുത്തത് അത് തന്നെയാണ് നമ്മൾ ബാക്കിൽ എടുത്തത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ റൗണ്ടിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ നമ്മുടെ മെയിൻ ക്ലോത്തിന് മേലേക്ക് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ കട്ട് വരിക എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഞാൻ സെയിം അളവിൽ മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ എവിടേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇത് നമുക്കില്ലേ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ട് മാത്രം കേട്ടോ താഴെ ഭാഗത്തേക്ക് ഷേപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒക്കെ നല്ല ഭാഗം ആട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും ഒപ്പരം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിലെങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക്
ഇതിങ്ങനെ നേരെ നിൽക്കുമല്ലോ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഇതേപോലെ സെയിം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത ഭാഗങ്ങൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നറിയോ? ഒരു നല്ല ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ഓരോ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം.